മൈ ബ്യൂട്ടിഫുൾ സോൾസ്, ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ ജാനുവരി മന്ത് റീഡിംഗ് ആണ്. ജാനുവരി മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? ജാനുവരി എങ്ങനെയൊക്കെയാണ് നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെ ചേഞ്ചസ് ആണ്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് അബൌട്ട് ജാനുവരി മന്ത്? സോ ആസ് യൂഷ്വൽ നിങ്ങൾക്കിവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഇതിൽ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. കാൻഡിൽ ആയിരിക്കാം, കളർ ആയിരിക്കാം, ഓർ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് നിങ്ങൾ പിക്ക് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജനറിക് റീഡിംഗ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട് യുവർ ജാനുവരി മന്ത്. ഹലോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ജാനുവരി മാസം എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ജാനുവരി മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? നിങ്ങൾക്കുള്ള മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് നമ്പർ 1, യുവർ ജാനുവരി മന്ത്. സോ ലെറ്റ്സ് സീ നിങ്ങൾക്ക് ഓവറോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജാനുവരി മന്ത്. ഗ്രൂപ്പ് നമ്പർ 1, യുവർ ജാനുവരി മന്ത്. What major blessings are coming for you? See, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ്. ഇഷ്ടമുള്ള ആളുകളെ കാണുക, സംസാരിക്കുക, നല്ല സൗഹൃദങ്ങളിലേക്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ട് വളരെ സന്തോഷം ഉണ്ടാവും. സോ വളരെ കോർഡിനേഷൻ നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ ആളുകളെ കൊണ്ട് എവിടേക്കാണോ നിങ്ങൾ ആളുകളെ കണക്ട് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളിലേക്ക് വരാനും ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷവും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ മേലെ നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വെൽക്കം ചെയ്യേണ്ടത് റൈറ്റ് ആയിട്ടുള്ള ആളുകളെയാണ്. ഓക്കെ, സോ ടെൽ യുവർ സെൽഫ്, നിങ്ങൾക്ക് ആളുകളെ ട്രസ്റ്റ് ചെയ്യാൻ പേടിയാണ്, ആളുകളെ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ കൊണ്ട് ഇനി ഒരാളും ലൈഫിൽ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കമോൺ, യു ഗൈസ് റിയലി ഡിസേർവ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്, റൈറ്റ്? നിങ്ങൾ നല്ല ആളുകൾ നിങ്ങളുടെ ലൈഫിൽ അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ക്വാളിറ്റീസ് നിങ്ങൾ ആളുകളുടെ അടുത്ത് നിന്ന് ഡിസേർവ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ അറ്റ്ലീസ്റ്റ് നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളടുത്ത് പറയുക, എനിക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആളുകളെ ഞാൻ എൻ്റെ ലൈഫിൽ വെൽക്കം ചെയ്യാണ്, പുതിയ സൗഹൃദങ്ങളെ ഞാൻ എൻ്റെ ലൈഫിൽ വെൽക്കം ചെയ്യാണ്, നല്ല റിലേഷൻഷിപ്പ്, നല്ല ലൈഫ് പാർട്ട്ണർ, പുതിയ ആളുകളെ ഞാൻ ലൈഫിൽ വെൽക്കം ചെയ്യാണ്, പുതിയ ഫാമിലി ഞാൻ ലൈഫിൽ വെൽക്കം ചെയ്യാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ലൈഫിൽ അങ്ങനെ ആളുകളില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ക്വാളിറ്റി ഉള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ കുറവാണെന്നുണ്ടെങ്കിൽ വെൽക്കം ദം. നിങ്ങളും അതിലൊരാളാവുക. നിങ്ങളും നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി നിങ്ങളെ അങ്ങനെ അടച്ചു വെക്കാതെ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, നിങ്ങളുടെ ടാലൻസ് എക്സ്പ്രസ് ചെയ്യുക. സോ നിങ്ങൾ ഇന്റൻഷനലി ആളുകളെ സെർച്ച് ചെയ്ത് പോവാന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ ജോബൊക്കെ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ് മീ ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ജനുവരി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അവിടെ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ആളുകൾ ഉണ്ടോ ഇല്ലയോ അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് അതായിട്ട് ആ ഒരു എനർജി ആയിട്ട് കണക്റ്റഡ് ആവുന്ന ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ്. അത് എൻകറേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാണ്. ബിക്കോസ് നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് സിങ്ക് ആയിട്ട് വരികയാണ്. അത് ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും. സോ നിങ്ങൾ ഡെസ്പറേറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അന്വേഷിച്ച് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല ക്വാളിറ്റീസ് മറ്റുള്ള ആളുകളിലേക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് മാത്രം നല്ലതല്ല, നിങ്ങൾ പരിചയപ്പെടുന്ന ആളുകളെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. ഓക്കെ, വളരെ സന്തോഷമായിട്ട് ചില ആളുകളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മേ ബി അത് കണ്ടിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങളൊരു രീതിയിലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. സോ നിങ്ങളുടെ നല്ല ക്വാളിറ്റീസ് നിങ്ങൾ കാണിച്ചു തുടങ്ങാം. ഓക്കെ, സോ നന്നായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. സോ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊരു സ്ട്രഗിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നിങ്ങൾ
അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി. ഓൾറൈറ്റ്, ചില പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമമാണ് അവിടെ ഉണ്ടാവുന്നത്, നിങ്ങൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതല്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ശ്രമം നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചില കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതെന്നുള്ളത്. ബട്ട് യെസ്, ലേറ്റ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു സമയത്തും ശ്രമിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നു വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അല്ലെ. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് ചില തോന്നലുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, ലേറ്റ് ആയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ പോലും ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യത്തിൽ നിങ്ങൾ വളരെ വൈകി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ചെയ്യാം. അവിടെ എന്തോ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കുക. സംസാരിക്കേണ്ട പ്ലേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം, യാത്ര ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സറൗണ്ടിങ് ഒക്കെ നിങ്ങൾ മാറ്റുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ എൻജോയ് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ആനിമൽസിനൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ യാത്രയുടെ ഭാഗമായിട്ടോ ചില പ്ലേസിൽ വന്നെത്തുന്നതിന്റെ ഭാഗമായിട്ടോ ഇവരൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൂടുതൽ കമ്പനി ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അത് ആനിമൽ എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ഒട്ടും കമ്പനി ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേറെ ആരെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അവരായിട്ട് കമ്പനി ആവാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങളുടെ ഇതുപോലുള്ള ചില പെർസെപ്ഷൻ, നിങ്ങളുടെ ചില വിശ്വാസങ്ങളിലൊക്കെ ഇതുപോലെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജനുവരി മന്തിലേക്ക് നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ വിയേർഡ് ആയിട്ട് കണ്ടിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ സൗഹൃദങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ലൈക്ക് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കാം, ബട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ പ്ലേസിലൊക്കെ നിങ്ങൾ വന്ന് സംസാരിച്ച് അല്ലെങ്കിൽ അതൊക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആവുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചില റീലൊക്കേഷൻ. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ചിന്താഗതിയിലും ഒരു റീലൊക്കേഷൻ ഉണ്ടാവുന്നത് പോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ ചേഞ്ചസ് ജനുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് മാറി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്താണ് ഒരു കാര്യം പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടുള്ളത്, ജനുവരി മാസം അതിലൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബോധർ ചെയ്യാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം, സംസാരിച്ചിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കണം. പക്ഷെ ജനുവരി മാസം നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരുന്നത് പോലെ. ഓക്കെ, സോ അത് ഇനീഷ്യലി നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവും, പുതിയൊരു പ്ലേസ് ഫെമിലിയർ ആവുന്നത് വരെ അല്ലേ. സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഇമോഷണലിയോ സ്ഥലം വൈസോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതാണ്. ഓക്കെ, സോ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യലി നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക്സിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ജനുവരി മാസം നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ കൂടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പുതിയ കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ഇൻസൈറ്റ് തരുന്നതായിരിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഒരു ഐഡിയ, കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കൂടെ ആ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് അവിടെ പുതിയ ഐഡിയാസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്ക് ശ്രമിച്ച് നോക്കിക്കൂടാ എന്നുള്ളത് വരുന്നുണ്ട്. സോ അത് നിങ്ങൾ ജനുവരി മാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ പ്രസന്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇനീഷ്യലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, ബട്ട് നിങ്ങൾക്കത് ഗ്രോത്ത് ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരിക. ഓൾറൈറ്റ്, സോ അതായത് ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും, അത് നേരെ ട്വിസ്റ്റ് ചെയ്ത് താല്പര്യം ഉള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നിങ്ങൾ അതിൽ കുറച്ചുകൂടെ ഇൻസൈറ്റ് നിങ്ങൾക്ക് അതിൽ കിട്ടും, കുറച്ചുകൂടെ അറിവ് അതിൽ നിന്ന് നിങ്ങൾ നേടും, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു കുറച്ചുകൂടെ ബെറ്റർ പേഴ്സൺ ആക്കാനും നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാനും കൂടെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, സോ അത് നിങ്ങൾ വൈസായിട്ട് കണക്ട് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 1. ഈവൻ അത് നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ. ഇന്ന് നിങ്ങളൊരു കാര്യത്തെ പറ്റി എന്തൊരു കാര്യം വളരെ എന്തെങ്കിലും ഒരു കാര്യം വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു, നാളെ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു തോട്ട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ അറിവ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 ചില കാര്യങ്ങൾ ജാനുവരി മാസം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ടൈം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇനി നെക്സ്റ്റ് എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു സ്റ്റേജ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ഇതുപോലെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യുക, ഒന്നുകിൽ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ജനുവരി മാസം നിങ്ങൾക്ക് ഉണ്ടാവില്ല, അത് ഡിസോൾവ് ആയി പോകുന്നുണ്ടായിരിക്കണം, അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾ ഇനി പുതിയ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ഗ്രൂപ്പ് നമ്പർ 1 പല കംഫർട്ട് സോണും നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു ടാസ്ക് ആണ് നിങ്ങൾക്ക് ജാനുവരി മന്ത്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ പല തോട്ട് പ്രോസസ്സൊന്നും ആണ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അവിടെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ഇതുവരെ സംസാരിക്കാത്ത കാര്യങ്ങളെ പറ്റി ആദ്യമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളത് പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം അല്ലെ. നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ബട്ട് നിങ്ങളത് യൂസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾ വളരെ എഫേർട്ട്ലെസ്ലി സംസാരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടി വരികയാണ് എവിടെയെങ്കിലും. ഇനീഷ്യലി നിങ്ങൾക്ക് അതൊരു ടഫ് ആയിരിക്കാം, നിങ്ങൾക്ക് അതിന്റെ ഒരു ഫിയർ ഉണ്ടായിരിക്കണം, നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോവോ ശരിയായിട്ട് വരുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കണം. സോ ആ ഒരു കോൺഷ്യസ്നസ്സോട് കൂടിയിട്ടായിരിക്കാം നിങ്ങൾ ഇനീഷ്യലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് സ്ലോലി അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്തു വരും അല്ലെ, നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആയിട്ട് വരും. സോ നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ എഫേർട്ട്ലെസ്ലി ആയിരിക്കും നിങ്ങൾ ആ ഒരു കാര്യം പിന്നീട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ജാനുവരി മാസം നിങ്ങൾ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആളുകളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈഫിലേക്ക്. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ, റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ, റൈറ്റ് ആയിട്ടുള്ള സൗഹൃദം. ഓക്കെ, ഈവൻ നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആരെങ്കിലൊക്കെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. ബട്ട് ബി വെരി കെയർഫുൾ. നിങ്ങൾ അങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ആളുകൾ വീണ്ടും നിങ്ങൾക്കൊരു കോംപ്ലിക്കേഷൻ കൊണ്ടുതരരുത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അവിടെ പുതിയ കോൺവെർസേഷൻ ആണ് വരേണ്ടത്, പുതിയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ആളുകളാണ് വേണ്ടത്. പഴയ കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആളുകളോ, പഴയ കാര്യത്തെ പറ്റി സംസാരിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ പഴയ കാര്യത്തെ തന്നെ പറ്റി സംസാരിച്ചിരിക്കുന്ന ആളുകളോ അല്ല നിങ്ങൾക്ക് ജാനുവരി മന്ത് വേണ്ടത്. പുതിയ കാര്യങ്ങൾ, ഈവൻ അത് പഴയ ആളാണ്, നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു പ്ലേസിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോൺവെർസേഷനിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പുതിയ അഡിക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, അല്ലെങ്കിൽ പുതിയ അഡിക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ ബി വെരി കെയർഫുൾ. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യം തോന്നുന്നത്, എന്തിനോടാണോ ആരോടാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ജാനുവരി മാസം കണക്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വളരെ നല്ല ആളുകളെ, വളരെ നല്ല സൗഹൃദങ്ങൾ, വളരെ നല്ല റിലേഷൻഷിപ്പിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ട്. ബട്ട് ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന എസ്പെഷ്യലി റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു, ആരുമായിട്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ പുതിയ കാര്യങ്ങളും പുതിയ തോട്ട്സും പുതിയ ആളുകളിലേക്കാണ് ജാനുവരി മാസം വരേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് സെയിം പാറ്റേണിൽ തന്നെ ആവശ്യമില്ലാത്തൊരു കോൺവെർസേഷനിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എൻകറേജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ള ഒരു ഫീലിങ്സിലോ ഇഷ്ടത്തിനോടോ ഒരു വലിയൊരു ഓവറായിട്ട് നിങ്ങളത് അതിൽ അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചില മാറ്റങ്ങൾ വരാൻ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ, അതിന്നൊക്കെ പുറത്തേക്ക് വരാൻ ജാനുവരി മാസം നിങ്ങൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് മാക്സിമം നിങ്ങളത് അതിൽ തന്നെ നിൽക്കാനും നിങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു യൂസ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷണൽ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക ജാനുവരി മാസം. ബിക്കോസ് ജാനുവരി മാസം നിങ്ങൾ അതുവരെ ഡീൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷനിൽ പുതിയ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, പുതിയ തോട്ട്സും പുതിയ ഫീലിങ്സ് ഒക്കെ വരുന്ന സമയത്ത്.
ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു പഴയ പാറ്റേൺ നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത് ജാനുവരി മാസം. അത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 1 യോർ ജാനുവരി മാസം. ഓക്കെ, സി നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാവൽക്കാരനാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഒരു കാവൽക്കാരനാവുന്നുണ്ട്. അവിടെ എന്ത് കയറി പോകണം, എന്ത് കയറി പോകാൻ പാടില്ല, അത് ആളുകളായിരിക്കാം, ഇമോഷൻസ് ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളായിരിക്കാം. സോ ജനുവരി മാസം നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓണർ ആവുന്നുണ്ട് നിങ്ങളുടെ തന്നെ ശരീരത്തിന്റെ, മനസ്സിന്റെ ഒക്കെ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചില ആളുകളുടെ അടുത്ത് നിന്ന് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫിസിക്കലായിട്ട് വരുന്ന സിറ്റുവേഷനിലൊക്കെ. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഫിസിക്കലി നിങ്ങൾ ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ്, എനർജി ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 1. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ശരീരം വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഡസന്റ് മാറ്റർ നിങ്ങൾക്ക് എത്ര അഡിക്ഷൻ ഒരു കാര്യത്തിലേക്ക് ഉണ്ടെന്നുള്ളത്, ബട്ട് നിങ്ങളുടെ ശരീരം നിങ്ങളെ വൈസായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ സാക്രൽ ചക്ര വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങളുടെ സെക്ഷൽ എനർജി ആരായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നു. ചിലത് നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരേണ്ട കാര്യം പോലും ഇല്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആരിലാണ് ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആരെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ സാക്രൽ എനർജി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് അവിടെയാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, തോട്ട്സ് ആയിക്കോട്ടെ, നിങ്ങളത് ഈവൻ വരുന്ന സമയത്ത് പോലും നിങ്ങൾ അതിൽ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഇന്റൻഷനലി തന്നെ ചില കാര്യങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്റൻഷനലി തന്നെ നിങ്ങളെ ബെറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വെരി ഗുഡ് ഗ്രൂപ്പ് നമ്പർ 1. ബിക്കോസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ജാനുവരി മാസം. ഓക്കെ, അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരുന്നതും, പുതിയ ആളുകളിലേക്ക് കണക്റ്റഡ് ആവുന്നതും, പുതിയ ഐഡിയാസിലേക്കൊക്കെ നിങ്ങൾ വരുന്നതും. ഓക്കെ, സോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് വേർഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ജാനുവരി മാസം കണക്ട് ചെയ്യുന്ന കാര്യത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു പ്രൊവൈഡറാണ് ജാനുവരി മാസം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത്. എത്ര സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, സോ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ബട്ട് അതേസമയം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കല്ല. നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്നോ സിറ്റുവേഷനോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത ആളുകളുടെ അടുത്തുനിന്നോ സിറ്റുവേഷനോ നിങ്ങൾ ഹൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ എന്റർടൈൻ ചെയ്യുന്നില്ല. കമോൺ ഗൈസ്, സച്ച് എ പവർഫുൾ മെസ്സേജ്. ബിക്കോസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അതേസമയം നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അങ്ങനെ നിൽക്കുന്നതായിരിക്കാം, നിങ്ങൾ ചില പ്ലേസിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവുന്നത്. സ്പെഷ്യലി നിങ്ങൾ ആരുമായിട്ടാണോ ഫിസിക്കലി കണക്റ്റഡ് ആവുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലുള്ള വ്യക്തി, അവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ റൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓർ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ സെർവ് ആവുന്നുണ്ട്. മേ ബി നോട്ട് ഫ്രം ദ സെയിം പേഴ്സൺ. ഓക്കെ, ബട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നാച്ചുറലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, ഈവൻ നിങ്ങളുടെ കരിയറിലായിരിക്കാം. മേ ബി നിങ്ങളുടെ അടുത്ത് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഹാബിറ്റ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ അഡിക്ഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. ഫാമിലി റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മാറ്റത്തിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കാം നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ കൂടുതൽ ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫാമിലി ലൈഫിലേക്കൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ മാറ്റത്തിലൂടെ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ചില കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് വേണ്ടാത്ത പ്ലേസിന്നോ സിറ്റുവേഷനോ ആളുകളുടെ അടുത്തുനിന്നോ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ് ഗ്രൂപ്പ് നമ്പർ 1.
സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ടതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, your January month reading. സോ ജാനുവരി മാസം ഗ്രൂപ്പ് നമ്പർ 2 എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ മേജർ ചേഞ്ചസ് ആൻഡ് ഓവറോൾ ഗ്രൂപ്പ് നമ്പർ 2 എങ്ങനെയായിരിക്കാം ജാനുവരി മന്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2, your January month. Group number 2. Group number 2. സോ ജാനുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡീപ്പസ്റ്റ് ഇമോഷൻ അവേക്കൺ ആവുന്ന ഒരു മന്താണ്. ഓക്കെ, നിങ്ങളുടെ ഡിസയർ ഫുൾഫിൽഡ് ആവുന്ന ഒരു മന്താണ്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നൊരു മാസമാണ്. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ജാനുവരി മന്ത് എക്സ്പെക്ട് ചെയ്യാം. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള എന്ത് കാര്യം ആയിക്കോട്ടെ. ഓക്കെ, ആളുകളെന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് അത്ര ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വാങ്ങിക്കാനോ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ജാനുവരി മാസം ഉണ്ടാവും. സത്യം, കറണ്ട് വന്നവിടെ, പ്രകാശം വന്നവിടെ. ഗ്രൂപ്പ് നമ്പർ 2. സോ ജാനുവരി മാസം നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുന്നൊരു മാസമാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കൺസിഡറേഷൻ കിട്ടുന്ന ഒരു മാസമാണ്. നിങ്ങൾ മാറ്റർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾ സ്പെഷ്യലാണ്, ആർക്കോ സ്പെഷ്യലാണ്, ഓർ നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണെന്നുള്ളത് നിങ്ങൾ ജാനുവരി മാസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. സോ റിലേഷൻഷിപ്പിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലവ്, റൊമാൻറ്റിക് ലൈഫ്. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, അത് ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എങ്ങനത്തെ പാർട്ട്ണറാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വളരെ സന്തോഷമായിട്ട് നിൽക്കാൻ സാധിക്കും. സോ നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങളൊരു റൈറ്റ് പ്ലേസിലേക്ക് വരാൻ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, സോ നിങ്ങളുടെ എനർജിയിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ അത് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് അല്ല, നിങ്ങൾക്ക് വളരെ ഫുൾഫിൽഡ് ആയിട്ടും നിങ്ങൾക്ക് വളരെ ഈവൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ജാനുവരി മാസം നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ഒറ്റയ്ക്കുള്ള സമയം നിങ്ങൾ വളരെ വൈസായിട്ട് കണക്ട് ചെയ്യാനും കൂടെ പോവാണ്. ബിക്കോസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് അട്രാക്ഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ആൻഡ് അഗെയിൻ വാട്ട് ഐ കൻ ഹിയർ ഇസ് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ വിഷ് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സോ നിങ്ങൾ ചില കാര്യങ്ങൾ ജാനുവരി മന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ജാനുവരി മാസം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ശരീരത്തിന് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഏതെങ്കിലുമൊക്കെ രീതിയിൽ വളരെ ഫുൾഫിൽഡ് ആവുന്നതായിരിക്കാം. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറുടെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. സോ വളരെ ക്വാളിറ്റി ഉള്ള ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഇമോഷണലി എനർജറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ കണക്റ്റഡ് ആവുന്നുണ്ട് ജാനുവരി മന്ത്. ഓക്കെ, സോ റൈറ്റ് പ്ലേസിൽ നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ടൈം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. ചില കാര്യത്തിലേക്ക് നിങ്ങൾ വിചാരിക്കും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾക്ക് സംഭവിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഓക്കെ, ആൻഡ് അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈവൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ട്രഗിൾ സിറ്റുവേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിൾ സിറ്റുവേഷനിൽ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളുടെ ആഗ്രഹത്തിന് അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് അവിടെ ഫെയ്ഡ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫെയ്ഡ് ആക്കിയിട്ടില്ല ഇവൻ നിങ്ങൾ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സമയത്തും, റൈറ്റ്? ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് റിസൾട്ട് തരാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഈവൻ നിങ്ങൾക്ക് എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങളുടെ തോട്ട്സോ നിങ്ങളുടെ ചില ആഗ്രഹങ്ങളോ നിങ്ങളുടെ ചില ഡിറ്റർമിനേഷനോ നിങ്ങളുടെ ചില ആക്ഷൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
സോ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് കാലം മുൻപ് വരെ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോയിട്ടുള്ളത്. എങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് അവിടെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കണം, ഓർ നിങ്ങളുടെ ആക്ഷൻ അവിടെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കണം. റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് നമ്മൾ വളരെ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ, നമ്മൾ ലൈഫിൽ വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും നമ്മൾ നമ്മുടെ ഡെയിലി റൊട്ടീൻ നമ്മൾ ഒരു തടസ്സം കൂടാതെ ചെയ്യുന്നത് പോലെ. സോ എനിക്കതാണ്, എനിക്ക് പനിയാണ്, എനിക്ക് സുഖമില്ല, എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല കുറച്ച് സമയമായിട്ട്. നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം നിങ്ങൾ. ബട്ട് സ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈവൻ ഒരു ഹോപ്പ് തോന്നാത്ത പ്ലേസിൽ പോലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. റൈറ്റ്? ഈവൻ വളരെ ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു പ്ലേസ് ഒന്നും അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പ്ലേസിൽ നിന്ന് പോലും നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കണം. റൈറ്റ്? ഒട്ടും പോസിബിലിറ്റി ഇല്ലാത്ത കാര്യത്തിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ശ്രമിച്ച് നോക്കുന്നത് പോലെ. അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാവർക്കും കൺഫർമേഷനും എല്ലാവർക്കും ആ ഒരു വാലിഡേഷനും ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടുന്ന സമയത്ത് മിക്ക ആളുകളും ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുള്ളൂ, അല്ലെ? പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ജാനുവരി മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഒട്ടും പോസിബിലിറ്റി ഇല്ലാത്തൊരു പ്ലേസിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം. സോ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സക്സസ് ഉണ്ട്. ഓക്കെ? സോ അത് നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മേലെ ഒരുപാട് ഫുൾഫിൽമെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ സേഫ് ആയിട്ട് തോന്നും. നിങ്ങൾ എന്തൊരു കാര്യം ഗ്രേറ്റ് ആയിട്ട് അച്ചീവ് ചെയ്ത ഒരു ഫീലിങ്സ് ജാനുവരി മാസം ഉണ്ടാവും. നിങ്ങൾക്ക് എന്തൊരു കാര്യം ജാനുവരി മാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷ് ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ജാനുവരി മാസം ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ വളരെ മിറാക്കുലസ്ലി കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു എന്നുള്ളത് ബിക്കോസ് നിങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കണം. ബട്ട് നിങ്ങൾ അത്ര വേഗം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. എസ്പെഷ്യലി ജാനുവരി മാസം നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതായിരിക്കും നിങ്ങൾക്ക് ജാനുവരി മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി നിങ്ങൾ പ്രൊഫഷണലി വരുന്ന സമയത്ത് വളരെ കൂടുതൽ ഷൈൻ ചെയ്യാൻ പോകുന്നൊരു മാസമാണ്. നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഗ്ലോ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും, എസ്പെഷ്യലി നിങ്ങൾക്ക് ഫെയിം ഒക്കെ അട്രാക്ട് ചെയ്യേണ്ട ആളുകളാണ്. നിങ്ങളുടെ പ്രൊഫഷനോ നിങ്ങളുടെ പാഷനോ ഫെയിം മസ്റ്റായിട്ട് വേണ്ട ഒരു ജോബിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ജാനുവരി മാസം ഗ്രൂപ്പ് നമ്പർ 2 ഫെയിം നിങ്ങളുടേതാണ്. നിങ്ങൾ ഫയർ ആണ് ജാനുവരി മന്ത്. ഓക്കെ? സോ ഒരു കാര്യം എന്നുള്ളതല്ല, ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ സർപ്രൈസ് ചെയ്യുന്ന പല മൊമെന്റ്സും നിങ്ങൾക്ക് ജാനുവരി മന്ത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങളത് കൗണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. ബിക്കോസ് നിങ്ങളത് ട്രൂലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ എയിമിന് വേണ്ടി, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ? ജാനുവരി മാസം ഇന്ന് 2-ാം തീയതിയാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുമോ നിങ്ങളത് ചെയ്യൂ. ഓക്കെ? എസ്പെഷ്യലി നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ജാനുവരി മാസം അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മന്ത് ആണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും എഫേർട്ട്ലെസ്ലി സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷന് അവിടെ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ നിങ്ങളുടെ കയ്യിലാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ. ഓക്കെ? ജാനുവരി മാസം നിങ്ങളുടെ ടൈമാണ് ഗ്രൂപ്പ് നമ്പർ 2. ബിക്കോസ് നിങ്ങളെ പോലെ ഇത് കേൾക്കുന്ന ആള്, നിങ്ങളെ പോലെ ജാനുവരി മാസം ഗ്ലോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല. ഓക്കെ? നിങ്ങളെ പോലെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അത്രൊരു ഭംഗി ഉണ്ടാവും ഒരു കാര്യത്തിന്. ഓക്കെ? അല്ലെങ്കിൽ അത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഇമാജിനേഷനും പുറമേ ഉള്ള കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ? നേടിയെടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, ഡെഫിനറ്റ്ലി നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജി. ഓക്കെ? സോ നിങ്ങൾ ലൈക്ക് ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് നേടിയെടുക്കുന്ന മാസമാണ്. ഓക്കെ? ഇത് നിങ്ങൾ എപ്പോഴൊക്കെയോ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ജാനുവരി മാസമാണ് നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ജാനുവരി മാസമാണ് നിങ്ങൾ അത് അനുഭവിക്കാൻ പോകുന്നത്. കം ഓൺ.
ആൻഡ് ഫൈനലി നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിൽക്കും. ആൻഡ് നിങ്ങൾ ലിറ്ററലി നിങ്ങൾ ചിരിപ്പിക്കുന്നുണ്ടായിരിക്കും ആ ഒരു കാര്യം. ലിറ്ററലി നിങ്ങളെ എത്ര കാലം നിങ്ങൾ എന്ത് സ്ട്രഗിൾ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിൽ ഞാൻ എങ്ങനെ എത്തി, ഈവൻ എത്ര ഒരു ഹാർഡ് വർക്ക് അതിന്റെ പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊന്നും അത്ര ഒരു സ്ട്രഗിൾ ആയിട്ടേ തോന്നില്ല. നിങ്ങൾ പിന്നിട്ട വഴികള്, ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഒരു വിഷമമായിട്ടേ തോന്നില്ല, അല്ലെ? അവിടുന്ന് ഒരു വളരെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സന്തോഷം, ഒരു ചിരി വരാനുണ്ട് മനുഷ്യന്മാർക്ക്. സോ അങ്ങനെ നിങ്ങൾ ചിരിക്കും ചില കാര്യത്തിന്റെ വഴി കണ്ടെത്തുന്ന സമയത്ത്, ചില കാര്യത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ലൈഫ് നിങ്ങൾക്ക് ഇങ്ങനെ മുന്നിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് നിങ്ങൾ ലിറ്ററലി മനസ്സ് തുറന്ന് ചിരിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു മാസമാണ് ജാനുവരി മാസം. ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ എത്തിപ്പെടുന്ന പൊസിഷൻ, അത് ഈവൻ റിലേഷൻഷിപ്പില്, കരിയറില്, ഫെയിമിലൊക്കെ വരേണ്ട ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു പൊസിഷൻ, യു ഗൈസ് ലൈക്ക് ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ ലൈഫില്, ഈവൻ നിങ്ങൾ അത് ആഗ്രഹിച്ചു, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചു, ബട്ട് സ്റ്റിൽ എങ്ങനെ ഇത് എൻ്റെ ലൈഫിൽ സംഭവിച്ചു? ബിക്കോസ് നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രോബബ്ലി നിങ്ങൾ അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരിക്കണം അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് സെറ്റിൽ ആവുന്നുണ്ട്, നിങ്ങളുടെ അത്ര ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്, ഇമോഷണൽ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ ജാനുവരി മാസം എടുത്ത് ആഡ് ചെയ്യും. എൻ്റെ ഒരു ആഗ്രഹം കൂടെ നേടിയെടുത്തു, എൻ്റെ ഒരു ആഗ്രഹം കൂടെ ഞാൻ നേടിയെടുത്തു, എൻ്റെ ഒരു വലിയൊരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് എനിക്ക് ഉണ്ടായി. അതത്ര ചെറിയ കാര്യമല്ല. ഓക്കെ, നമുക്ക് ചില കാര്യങ്ങളിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ അത്ര അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഒരു മനുഷ്യൻ ഇമോഷണലി ഫുൾഫിൽഡ് ആവുക, അവർ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ചില കാര്യങ്ങൾ വരിക, അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് ഒരു മനുഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി നിങ്ങളുടെ ഡീപ്പസ്റ്റ് ഡിസയർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഡീപ്പസ്റ്റ് ഡിസയർ ആയിരിക്കാം നിങ്ങൾ പബ്ലിക്കിലേക്ക് കൂടുതൽ ഇറങ്ങി വരിക, നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുക, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത് ചില കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കുക എന്നുള്ളത്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ആങ്കറിങ്, എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഇതുപോലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സംസാരിക്കാനൊക്കെ കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യണം, നിങ്ങളുടെ ഒരു കഴിവോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണ്, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗൈസ് ലൈക്ക് ഡെഫിനറ്റ്ലി യു ഗോണ ക്രാക്ക് ഇറ്റ്. ഓക്കെ, സോ ആ ഒരു കാര്യത്തിൽ ഐ എം ഷുവർ ദാറ്റ് നിങ്ങൾക്ക് അത്രൊരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ഒരുപാട് റേസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യത്തിലൂടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൽ ഒരുപാട് കോട്ടങ്ങൾ തട്ടിയിട്ടുണ്ടായിരിക്കണം. റൈറ്റ്, നിങ്ങൾ വളരെ സെൽഫ്ലെസ് ആയിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതല്ല, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ വളരെ സെൽഫ്ലെസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ സ്വയം മറന്നു പോയിട്ടുണ്ടായിരിക്കണം. ബട്ട് അതൊക്കെയാണ് നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നത് ജാനുവരി മാസം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മറന്ന് എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിയാണ്, നിങ്ങളുടെ ഒരു ടൈമിലേക്ക് വരികയാണ്, വീൽ നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നത് പോലെ. സോ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഫെയിൽ ആയി പോവുകയാണോ എന്നുള്ളത്. ബിക്കോസ് മേ ബി അത് പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പരാജയങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ജാനുവരി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ബട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഫെയിൽ ആയി പോകുന്നു വിചാരിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ അവിടെ ഫെയിൽ ആവുന്നില്ല. നിങ്ങൾക്ക് അവിടെ സക്സസ് നിങ്ങൾ ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാവുന്നുണ്ട് റിയാലിറ്റിയിൽ. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലീഗൽ ഫൈറ്റിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ? ലീഗലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ അപ്രൂവൽ, ഗവൺമെന്റിന്റെ അപ്രൂവൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. റൈറ്റ്, നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളത് നേടിയെടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2,
യുവർ ജാനുവരി മന്ത് ഗ്രൂപ്പ് നമ്പർ 2 ഹോപ്പ്. സി, നിങ്ങളുടെ ഹോപ്പാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഒരു കാര്യമല്ല. ഓക്കെ, ഒന്നും ഉണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഹോപ്പ് അല്ലാണ്ട് വേറെ ഒന്നും ലൈഫിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബട്ട് ആ ഒരു ഹോപ്പാണ് നിങ്ങളെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അനുഭവത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. അനുഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു എന്തൊരു കാര്യം നിങ്ങൾ അനുഭവിക്കുകയാണ് ജാനുവരി മാസം. നിങ്ങളൊരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്രൂവ് ചെയ്ത് ജനുവരി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പെർമിഷൻസ് കിട്ടുന്ന ഒരു ടൈമാണ്, ഡിവൈൻ പെർമിഷൻസ് കിട്ടുന്ന ഒരു ടൈമുമാണ്. അതല്ലാതെ നിങ്ങൾക്ക് ആരുടെയെങ്കിലൊക്കെ പെർമിഷൻസ് വേണം. അത് ഈവൻ ലീഗൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ലീഗൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഡിലേ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു കാര്യമായിരിക്കാം. ബട്ട് ജനുവരി മാസം നിങ്ങൾക്ക് അതിന് വേണ്ടി അത് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കേൾക്കാമെന്ന് മാത്രം എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ സെറ്റിൽ ആവുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ അത്ര കാലമായിട്ട് തെരഞ്ഞിട്ടുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെയാണ് ഗ്രൂപ്പ് നമ്പർ 2. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളോ അത്ര കാലത്തെ ഒരു കഷ്ടപ്പാടോ നിങ്ങളൊക്കെ വളരെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അത്ര ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ചില ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ആഡ് ചെയ്യാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളെന്ന വ്യക്തിയിൽ ഓക്കെ, ഈ വ്യക്തി ഇങ്ങനത്തെ കാര്യം കൂടെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത് നിങ്ങൾക്ക് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ഒരു സോൾ അങ്ങനെ അക്കംപ്ലിഷ്ഡ് ആവുന്നുണ്ട് ചില കാര്യങ്ങൾ. അതിന്റെ ഒരു യാത്രയിൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലായിരുന്നോ ആ ഒരു കാര്യം അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് അത്ര ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അത്ര ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സോളിന് വേണ്ട കാര്യം അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് പേർപ്പസ് ആയിരിക്കാം, അത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം, അത് ഫിനിഷ് ചെയ്യേണ്ട ഒരു കർമ്മയായിരിക്കാം, അത് ഫിനിഷ് ചെയ്യേണ്ട ചില ചാപ്റ്റർ ആയിരിക്കാം, അത് കണ്ടെത്താനോ അത് സെറ്റിൽ ആവാനോ ഉദ്ദേശിക്കുന്ന പ്ലേസോ ആളുകളോ ആയിരിക്കാം. അത് സാധിക്കുന്നുണ്ട് ജാനുവരി മാസം. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 2. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, യുവർ ജാനുവരി മന്ത്. ജാനുവരി മാസം ഗ്രൂപ്പ് നമ്പർ 3 എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓവറോൾ ജാനുവരി മാസം നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്, ഓവറോൾ എങ്ങനെയായിരിക്കാം നിങ്ങളുടെ ജാനുവരി മന്ത് റീഡിങ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ബൗണ്ടറീസ്. ഓക്കെ, ആളുകളുടെ അടുത്ത് നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട്, ഈവൻ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു വീട്ടിലാണ്, അവിടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം, ചെയ്യിപ്പിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റാത്ത ആളുകളോ പ്ലേസോ സിറ്റുവേഷനിലോ ഒക്കെ ഒരിക്കലും നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. ബട്ട് അങ്ങനത്തെ പ്ലേസിൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, ബട്ട് ഫൈനലി നിങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ നിങ്ങൾക്ക് എത്ര ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈവൻ എത്ര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3. ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ പ്രൈവസി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായിരിക്കാം നിങ്ങളുടെ ഒരു ഗ്രോത്ത്. ജാനുവരി മാസം നിങ്ങൾക്കുള്ള ഒരു മെസ്സേജും അതാണ്. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് പറയേണ്ടതോ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഈവൻ നിങ്ങൾ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിലെ ആൾക്കാർ സമ്മതിക്കുന്നില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അവരെ എൻകറേജ് ചെയ്യുന്നില്ല, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പല ആളുകളുടെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്വയം നിങ്ങളെ എൻകറേജ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. സോ ചില പ്ലേസിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് നിൽക്കണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ടുവരിക. ചില ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. ബട്ട് നിങ്ങളെ ആയിരിക്കാം ഒരുപാട് സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കുക, നിങ്ങൾ സ്വയം നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം, നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടിക്കാത്തൊരു കാര്യമാണ്.
എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളുടെ പാത്ത് ഡിസ്റ്റർബ്ഡ് ആക്കാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്യാം. അത് അവർക്ക് എത്ര വിഷമം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും. നിങ്ങളുടെ ചില മാറ്റങ്ങൾ ആളുകൾക്ക് വിഷമം ഉണ്ടാവുമായിരിക്കാം, ബട്ട് നിങ്ങൾക്ക് ആ ഒരു മാറ്റം വളരെ അനാവാര്യമായിട്ട് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ നിങ്ങൾ ചെയ്യാം. ബിക്കോസ് ആ ഒരു മാറ്റം നിങ്ങൾ ചെയ്തു, നിങ്ങൾ ആദ്യം ചെയ്യുക. ഡെഫിനറ്റ്ലി പുറത്ത് അത് അൺകംഫർട്ടബിൾ ആവും, ബട്ട് നിങ്ങളത് ചെയ്ത് ആ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് സ്ലോലി നിങ്ങളുടെ ഒരു പുതിയ വേർഷൻ ആളുകളും അക്സെപ്റ്റ് ചെയ്തു വരും. അതല്ലാതെ നിങ്ങൾ ഒരിക്കലും ആളുകളെ കംപ്ലൈന്റ് ചെയ്യരുത്, നിങ്ങളുടെ സിറ്റുവേഷൻ കംപ്ലൈന്റ് ചെയ്യരുത്. എന്നെ എൻകറേജ് ചെയ്യുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ സമ്മതിക്കുന്നില്ല. നോ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. നിങ്ങൾ അതിലൊക്കെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ സീക്രറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രൈവസി കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. അതിനാണ് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഈവൻ പ്രോബ്ലംസ് ആയിക്കോട്ടെ നിങ്ങൾ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് ഏതൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അത്രയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലാണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ മിണ്ടാണ്ട് അത് സഹിക്കണം എന്നല്ല പറയുന്നത്. റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് അത് കണക്ട് ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിൽ മാത്രം അത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ജനുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു സർക്കിളിൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ടൈമാണ്. ഓക്കെ, ഈവൻ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ എത്ര ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്ലേസിലാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ മാറിയത് കൊണ്ടല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ ജനുവരി മാസം അവിടെ തന്നെ ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ട് ഇതുപോലെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഈവൻ നിങ്ങളൊരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നില്ല, നിങ്ങളുടെ പ്രസൻസ് കാണിക്കുന്നില്ല, ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ചില പ്ലേസിൽ വരുന്ന സമയത്ത്. സോ ചില കാര്യത്തിനോട് നിങ്ങൾക്കൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഡെഫിനറ്റ്ലി ജനുവരി മാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചിലതൊക്കെ നാച്ചുറലി ഫെയ്ഡ് ആയി പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ അവിടെ എടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു ഹെൽത്തി ബൗണ്ടറീസ് സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഫൈനാൻഷ്യലി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ ജോബിലൊക്കെ വളരെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജനുവരി മാസം നിങ്ങൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ, ജനുവരി മാസം നിങ്ങൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അതുപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് വരിക, റൈറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരിക. മണി നിങ്ങൾക്ക് ഗ്രോ ചെയ്യുന്നത് ജനുവരി മാസം വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. മണിയുടെ ഒരു പ്രോസ്പെരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ചില ആളുകൾക്ക് ആ ഒരു കൺഫർമേഷൻ ആയിരിക്കാം. നിങ്ങളൊരു ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുള്ള ചില കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ മണി ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ലൈഫ് സ്റ്റൈൽ ഇൻക്രെഡിബിളി മാറുന്ന ഒരു വർഷമാണ് ജനുവരി മാസം. ചില ആളുകൾക്ക് അത് ഹ്യൂജ് ആണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ഏൺ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യലി, അത് വളരെ കൗണ്ട്ലെസ് ആണ്. നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. മേ ബി നിങ്ങളുടെ സക്സസ് അത്രയും ആയിരിക്കാം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടായിരിക്കാം ഫൈനാൻഷ്യലി നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ക്യാഷിന്റെ ഒരു സമൃദ്ധി ജനുവരി മാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ ഒരു കർമ്മയിലേക്കൊക്കെ വരുന്ന സമയത്ത്, നിങ്ങളുടെ കർമ്മ മേഖല എന്നൊക്കെ പറയുന്നത് പോലെ തൊഴിൽ, ജോബ്, ഓക്കെ, യാത്ര ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ജോബ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, വാഹനങ്ങൾ മെയിൻ ആയിട്ട്. ഓക്കെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വാഹനത്തിലൊക്കെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. ഒരു ലൈക്ക് ആ ഒരു സ്റ്റാൻഡേർഡിൽ ഒരു മാറ്റം നിങ്ങൾ ഡെഫിനറ്റ്ലി ജനുവരി മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ലൈഫ് സ്റ്റാൻഡേർഡിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ വസ്ത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ബിക്കോസ് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ലൈഫ് സ്റ്റൈൽ അങ്ങനെ മാറുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, ഓർ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹോബീസ്, ഇവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനൊക്കെ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടായിരിക്കാം യാത്രകളിൽ ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ജോബിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ സ്പോർട്സിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. മേ ബി നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, കുറെ കൂടെ ഹൈറ്റ് ഉള്ള പ്ലേസിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, ട്രെക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ബൈക്ക് റൈഡ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ഓക്കെ, നോർത്ത് ഇന്ത്യ ഓർ നിങ്ങളുടെ ചില ട്രാവലിംഗ് പ്ലാൻസ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ വളരെ ഇഷ്ടപ്പെടുന്ന കമ്പാനിയന്റെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ കമ്പാനിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനമായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച വാഹനത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നുണ്ട് ചില ആളുകള്. നിങ്ങളെ തന്നെ മൊത്തത്തിൽ മോഡിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ വാഹനങ്ങൾ, അല്ലേ? സി, ക്യാഷ് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വർഷമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങനെ കൗണ്ട് ചെയ്യണം. സ്പെഷ്യലി ജാനുവരി മാസം അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേറ്റ് സൈൻ തരും. നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മാറാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തും. ഓക്കെ, നിങ്ങൾ ജാനുവരി മാസം അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് ഒരു റിച്ച് മൈൻഡാണ്. റിച്ച് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ക്യാഷ് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം അവിടെ വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക, എന്തൊക്കെ മാറ്റങ്ങൾ എന്നുള്ളതല്ല, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു ഫീലിങ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 ഈ മൊത്തം വർഷം എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ പണക്കാരാവാണ്, നിങ്ങൾ സമ്പന്നരാവാണ്. അറിവ് കൊണ്ട് നിങ്ങൾ സമ്പന്നരാവുന്നുണ്ട്, തൊഴിൽ കൊണ്ട് നിങ്ങൾ സമ്പന്നരാവുന്നുണ്ട്, നിങ്ങൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ, മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സമ്പന്നരാവുന്നുണ്ട്, ക്യാഷ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ലൈക്ക് എക്സ്പേർട്ട് ആവുന്നുണ്ട്. ഇപ്പം ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ക്യാഷിനെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് പോലെ. യെസ്, ജാനുവരി മാസം അതിൻ്റെ ഒരു തുടക്കമാണ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങളൊരു നല്ലൊരു ബിസിനസ് മാനോ അല്ലെങ്കിൽ നല്ലൊരു പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, പണം എങ്ങനെ വളർത്തണം, പണത്തിനെ കൊണ്ട് എങ്ങനെ പണം സമ്പാദിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കൊക്കെ ഇറങ്ങി വരാം. ഓക്കെ, ബിക്കോസ് ജനുവരി മാസം നിങ്ങളുടെ ഒരു സ്ട്രോങ് മാസ്കുലിൻ, ക്യാഷിന്റെ കൂടെ തന്നെ മാസ്കുലിൻ പവർ, മാസ്കുലിൻ ക്വാളിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ട്. സോ വളരെ എഫക്റ്റീവ് ആയിട്ടും വളരെ എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് കാണും. നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സ്പിരിച്വലി ആയിക്കോട്ടെ, പ്രാക്ടിക്കലി ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു പ്രൊവൈഡർ ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തിരുത്തുന്നുണ്ട്, തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു അമ്മ കുട്ടീനെ എങ്ങനെ നേർവഴിക്ക് നടത്തിക്കൊണ്ട് വരുന്നോ, ഒരു അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നോ, നിങ്ങൾ അങ്ങനെയാണ് ജാനുവരി മാസം നിങ്ങളെടുത്ത് പെരുമാറുന്നത്. വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പറഞ്ഞ് തിരുത്തുന്നുണ്ട്. തെറ്റ് കൂടിയാണ് നിങ്ങൾ പോയിട്ടുള്ളതെങ്കിൽ അതിന്ന് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടുന്ന് നിങ്ങൾ അകലം പാലിക്കുന്നുണ്ട്. ഈവൻ എത്ര വർക്ക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെയും നിങ്ങൾക്ക് നേട്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, ഈവൻ നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന എത്ര ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങളുടെ ശ്രദ്ധ അവിടെ കൊടുക്കുന്നില്ല. ഡെഫിനറ്റ്ലി നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ആളുകൾ സിറ്റുവേഷൻ നിങ്ങൾ ജാനുവരി മാസം എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ ആ ഒരു ഗെയിമിന് ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ, അല്ലെ? നമ്മളൊരു കാര്യം നേടിയെടുക്കുന്ന സമയത്ത് അത്രയ്ക്കും ഒരു ചലഞ്ചിലൂടെ പോയി വന്നാലേ നമുക്ക് അതിനൊരു നേട്ടത്തിനൊരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ, അല്ലെ? അതിന്റെ ഒരു വാല്യൂ നമുക്ക് ഉണ്ടാവുള്ളൂ. ഉണ്ടായിക്കോട്ടെ, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല ആളുകളും സിറ്റുവേഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, അങ്ങനത്തെ പ്ലേസിൽ നിങ്ങൾ ഇതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ക്യാഷ് ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ക്യാഷ് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കാണാം, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ ആണെന്ന് നിങ്ങൾ പറയാം. മണി ഈസ് മൈ പാർട്ട്ണർ, മണി ഈസ് മൈ റിച്ചസ്റ്റ് ഫ്രണ്ട് എന്ന് നിങ്ങൾ പറയാം. അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് ഒരുപാട് സോഴ്സിലൂടെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ഒരുപാട് അവസരങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ എവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാം. അവർ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന മണി അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യാം. ബിക്കോസ് ക്യാഷ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ക്യാഷിന് നിങ്ങളുടെ എനർജി ഇഷ്ടാവുന്നുണ്ട്, ഓർ നിങ്ങളുടെ എനർജി അതുപോലെ ചേഞ്ച് ആവുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ജാനുവരി മാസം നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ തിരിച്ചറിയാൻ പോകുന്നത്. ട്രൂത്ത്, നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ മൈൻഡ് പവർ, നിങ്ങളുടെ വാക്കിന്റെ പവർ ഒക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോവാണ്.
ഓക്കെ, അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ തിരുത്താൻ സാധിക്കുന്നത്. സോ ക്യാഷിനെ പറ്റി നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, അത് ബ്ലോക്ക് ചെയ്യുന്ന എന്തൊക്കെ കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾ തിരുത്തുകയാണ്, അതൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. ഓക്കെ, അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചും ഉണ്ട്. നിങ്ങൾ എന്ന വ്യക്തിയെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് സറൗണ്ടിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ ആളുകൾ പെടും, സിറ്റുവേഷൻ പെടും. അവിടെയൊക്കെ നിങ്ങളുടെ ഈ ഒരു മാറ്റം അവിടെ അവർക്ക് മാറാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ജനുവരി മാസം നിങ്ങൾ മറ്റുള്ള കാര്യത്തിലേക്ക്, ആളുകളിലേക്ക് ഫോക്കസ് കുറവായിരിക്കാം, വളരെ കുറവായിരിക്കാം. ഓക്കെ, നിങ്ങൾ അതിനൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ആയിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം. ബിക്കോസ് നിങ്ങളുടെ ഫോക്കസ് വേറെയാണ്. ഓക്കെ, നിങ്ങളുടെ കണ്ണിന്റെ ഇഷ്ടം, അതായത് നിങ്ങളുടെ ദൃഷ്ടി പോകുന്നത് വേറെ പ്ലേസിലേക്കാണ്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ചേഞ്ചസ്, അതായത് നിങ്ങൾ എന്ന വ്യക്തിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും, മെറ്റീരിയൽ ആയിട്ട് എന്തൊക്കെ വാങ്ങണം, എൻ്റെ ലൈഫിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ഞാൻ നേടിയെടുക്കണം, അത് നിങ്ങൾക്കത് ജേർണൽ ചെയ്താം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാം. ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ബിക്കോസ് നിങ്ങൾ അത്ര ഒരു സ്ട്രോങ്ങസ്റ്റ് വേർഷനാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊരു കാര്യം നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്, ലൈഫ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം ചില ആളുകളെ. സോ അവിടെ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്താനും നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പഴയ ഐഡന്റിറ്റി ആയിരിക്കാം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അതിൽ ഒരുപാട് സ്റ്റക്കായിട്ട് നിങ്ങളുടെ പഴയ ഐഡന്റിറ്റിയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കൂടുതൽ മെച്ചുവേർഡ് ആവുന്നുണ്ട്. ഒരു സമയം വരെ നിങ്ങൾ എന്താണോ ഏൺ ചെയ്തത് അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ ജാനുവരി മാസം, സ്പെഷ്യലി ജാനുവരി മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കുക. ഇറ്റ്സ് ലൈക്ക് വരും എന്നുള്ളതെല്ലാം വരും. ഇറ്റ്സ് ലൈക്ക് എപ്പോഴെങ്കിലും വരും എന്നുള്ളതല്ല, ജാനുവരി മാസം അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, എന്തൊരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾക്ക് പ്രഗ്നൻസി ആയിരിക്കാം. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ വളരെ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ താല്പര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റഡ് ആവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു മാഗ്നറ്റ് പോലെ. സോ അവിടെ എന്താണോ ജെന്യൂൻലി എന്ത് ഇഷ്ടം ഉള്ള കാര്യങ്ങൾ എന്നുള്ളതല്ല, അവിടെ ജെന്യൂൻലി എന്താണോ കണക്ട് ചെയ്യേണ്ടത് ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാർട്ട് അതുപോലെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ മാഗ്നറ്റ്. എന്താണോ അത് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത് പോലെ. ഓക്കെ, അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജെന്യൂൻലി വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി പോകുന്നത്. അതുവരെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളോ സിറ്റുവേഷനോ ആളുകളോ ഒന്നും നിങ്ങൾക്ക് വേണമെന്ന് തോന്നില്ല. ചില പ്ലേസിൽ ചില ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഓക്കെ, സോ ലൈക്ക് ഫെയ്ഡ് ആയി പോകും. അല്ലെങ്കിൽ ചിലത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് തന്നോളണമെന്നില്ല. ബിക്കോസ് നിങ്ങളുടെ ഫോക്കസ് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് അലൈൻഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എക്സ്പെക്ടേഷനിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ലൈഫ് സ്റ്റൈലിൽ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ജാനുവരി മാസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബെറ്റർ ക്ലാരിറ്റി, ഒരു ബെറ്റർ അറ്റൻഷൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. സ്പിരിച്വൽ യാത്രകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾ വളരെ ഭക്തിയിലേക്ക് പോകാന്നുള്ളതല്ല, സ്പിരിച്വൽ യാത്രകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സോൾ എവിടേക്ക് പോയാൽ എക്സ്പാൻഡ് ആവോ, എന്തൊക്കെ കാര്യങ്ങൾ കാണുന്ന സമയത്ത്, ഏതൊക്കെ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് അതിന് കൂടുതൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനത്തെ യാത്രകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ വളരെ ഹൈറ്റ് ഉള്ള പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. കേദാർനാഥ്, ചില ആളുകൾക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നത് കേദാർനാഥ്. ഐ ഡോ നോ വൈ കേദാർനാഥ്, ബിക്കോസ് കേദാർനാഥ് ഈ സമയം ക്ലോസ്ഡ് ആണ്. ഐ ഡോ നോ ആരെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയൂ. ഓക്കെ, കേദാർനാഥ്, ലഡാക്ക് ഓർ സ്പിതി, എവിടെയൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ വളരെ ഹൈറ്റ് ഉള്ള പ്ലേസിലേക്കൊക്കെയാണ് പോകുന്നത്. ഓക്കെ, ലേയിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ബൈക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വാഹനത്തിൽ നിങ്ങൾ അങ്ങനെ ഓടിച്ചു പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, സിംഗിൾ പാരന്റ് നിങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. സിംഗിൾ പാരന്റ് നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, കമന്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ജാനുവരി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓൾറൈറ്റ്, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.